മഴത്തോരു മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മനുശങ്കറും രോഹിത്തും ബബിതയും കൃഷ്ണജിയും അവർ നാലുപേരും പാട്ടും കളിതമാശകളും ചിരിയും ചർച്ചകളും ഒക്കെ ആയിട്ട് ടെറസിലാണ്. അത്താഴത്തിന് മുൻപ് വരെ വൈജയന്തിയും അവർക്കൊപ്പം കുറച്ചു സമയം ചിലവഴിച്ചു. അത്താഴത്തിന് ശേഷവും കുട്ടികൾ ടെറസിലേക്ക് പോയപ്പോൾ വൈജയന്തി മുറിയിൽ തന്നെ ഇരുന്നു. തന്റെ ചെറുപ്പകാലവും ഇങ്ങനെയൊക്കെയായിരുന്നുവെന്ന് വൈജയന്തി ഓർത്തു. അവധിക്കാലത്ത് കൊല്ലപ്പള്ളി വീട്ടിൽ അതിഥികൾ വരും. തന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് കളിയും ചിരിയും വാതോരാത്ത വർത്തമാനവും. എന്തൊരു ഭംഗിയുള്ള നിലാവായിരുന്നു അന്ന്! എത്രായിരം നക്ഷത്രങ്ങൾ! പൂക്കൾക്കെല്ലാം എന്തുമാത്രം മനോഹാരിതയും സൗരഭ്യവും! കറുകതാമ്പുകളുടെ മഞ്ഞുതുള്ളികൾക്ക് എന്തൊരു തണുപ്പ്! എന്തൊന്ത് കൂട്ടുകാരികൾ! അവരൊക്കെ ഇന്ന് എവിടെയാണ്? കാലത്തിന്റെ നദിക്കക്കരെ അവരെല്ലാം തന്നെ നോക്കി വിഷാദമൂകരായി നിൽക്കുന്നുണ്ടെന്ന് വൈജയന്തി വേദനയോടെ സങ്കല്പിച്ചു. അവരെ ഓരോരുത്തരെയും അവൾ കണ്ടു. അവളുടെ കൺപീലികൾ പെട്ടെന്ന് നനഞ്ഞു. കോണിച്ചുവട്ടിലേക്ക് ചെന്ന് കുട്ടികളെ വിളിച്ച് ഉറങ്ങാറായില്ലേ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ തിരിച്ചു പോന്നു. ബബിത കിടക്കാനെത്തിയപ്പോൾ 11:30 മണി കഴിഞ്ഞു. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, കൃഷ്ണമോളെ കൂടി വിളിച്ചുകൂടായിരുന്നോ നിനക്ക് ഈ മുറിയിലേക്ക്? മനുവും രോഹിത്തും എവിടെ കിടക്കും? അവർക്ക് ഹാളിൽ ഞാൻ വിരിച്ചു കൊടുത്തു. രോഹിയേട്ടൻ സോഫയിലും മനുവേട്ടൻ ഡിവോണിലും. അതും മതിയോ? വലിയ രാജകുമാരന്മാരൊന്നും അല്ലല്ലോ ചപ്രമഞ്ചത്തെ കിടത്താൻ. ആ, എന്തായിരുന്നു മേളിൽ വലിയ ബഹളം? ബാംഗ്ലൂരിലെ ചരിത്രം പറയുമായിരുന്നു മനുവേട്ടൻ. പിന്നെ രോഹിയേട്ടന് പറ്റിയ ബ്ലണ്ടറുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു. വൈജയന്തി മെല്ലെ കട്ടിലിലേക്ക് കിടന്നു. അവളുടെ വയറിനു മീതെ കൈ ചുറ്റി ബബിതയും. അലീന ചേച്ചിയും കൂടെ വേണമായിരുന്നു, നല്ല രസമായിരുന്നേനെ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ബബിത തിരികെ മറുപടി ഒന്നും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞ് അവൾ ചോദിക്കുക, അമ്മയ്ക്കൊരു കാര്യം അറിയണോ? ആ, എന്താ? മനുവേട്ടനും അലീന ചേച്ചിയും തമ്മിൽ പ്രേമമാണ്. വൈജയന്തിക്ക് അതേക്കുറിച്ച് അറിയാമെങ്കിലും അവരറിയാത്ത ഭാവത്തിൽ പറയുകയാണ്, നീ പോടി അവിടുന്ന്. അത്രയ്ക്കൊന്നും മനു തരം താഴത്തില്ല. സത്യം അമ്മേ? നീ ചോദിച്ചോ മനുവിൻ്റെ അടുത്ത്? ഇതൊക്കെ ചോദിക്കണോ? നമുക്കെന്താ കണ്ണും ചെവിയൊന്നുമില്ലേ? ആഹാ, അവൾക്ക് അത്രയ്ക്കങ്ങ് തൻ്റെ ഇടവായോ? അമ്മ ആദ്യമൊന്നും അലീന ചേച്ചി പിടികൊടുത്തിരുന്നില്ല. പക്ഷേ മനുവേട്ടൻ്റെ ഒരൊറ്റ പിടുത്തം കയറി പിടിച്ചു. ഇപ്പം എല്ലാവരും സമ്മതിച്ചാൽ കല്യാണം നടത്താമെന്ന് വരെ ആയിട്ടുണ്ട്. ആര് സമ്മതിക്കും? ശിവേട്ടൻ അറിയണം. അവളെ സ്റ്റാൻലിയുടെ അടുത്തുനിന്ന് കൂടി ഓടിക്കും. മനുവിനും കിട്ടും ശരിക്ക്. ഒന്നാമതേ അവളുടെ അനാഥാലയത്തിൽ നിന്ന് വന്നവളാണ്. പോരെങ്കിൽ ക്രിസ്ത്യാനിയും. അമ്മ, ഈ പ്രേമത്തിന് ജാതി മതമൊക്കെ ഉണ്ടോ? ബബിതയുടെ ചോദ്യം വൈജയന്തിയുടെ നെഞ്ചിൽ തറച്ചു. അതിന് തടസ്സങ്ങളെ പേടിയുണ്ടോ? ആ ചോദ്യത്തിനുമില്ല ഉത്തരം. അപ്പോൾ വീണ്ടും ബബിത, ഞാൻ സ്റ്റാൻലി പപ്പയുടെ കഥ പറയുമായിരുന്നു മനുവേട്ടനോടും രോഹിയേട്ടനോടും. സ്റ്റാൻലി പപ്പ പണ്ട് പ്രേമിച്ച പെണ്ണിൻ്റെ കഥ. സ്റ്റാൻലിയുടെ പേര് കേട്ടപ്പോഴേ വൈജയന്തിയുടെ ഉള്ളം വീണ്ടും വിറകൊണ്ടു. വൈജയന്തി ചോദിക്കുകയാണ്, നീ എന്തിനാ ഇതൊക്കെ എല്ലാവരോടും വിസ്തരിക്കാൻ നടക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കുളത്തുപുഴയിലെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അതും അങ്ങ് പറഞ്ഞു പോയമ്മേ. ആ, കഥ കേട്ടിട്ട് അവരെന്തു പറഞ്ഞു? മനുവേട്ടൻ ചോദിക്കുക, സ്റ്റാൻലി പപ്പ സ്നേഹിച്ച പെണ്ണ് അന്ന് പ്രസവിച്ചു കാണുമല്ലോ, ആ കുട്ടി എവിടെയെന്ന്. വൈജയന്തിയുടെ ഉടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ ശ്വാസമടക്കി. മനുവേട്ടൻ പറഞ്ഞത് ആ പെണ്ണ് പ്രസവിച്ച് അധികം വൈകാതെ തന്നെ ആ കൊച്ചിനെ ഉപേക്ഷിച്ച് കാണുമെന്നാ. അപ്പോൾ വൈജയന്തി, അങ്ങനെ ഒരമ്മയും ചെയ്യില്ല. അങ്ങനെ എവിടെയെല്ലാം നടക്കുന്നു. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, പ്രസവിച്ച അമ്മ സ്വന്തം കുഞ്ഞിനെ കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞു കളഞ്ഞു എന്നൊക്കെ. അവരൊന്നും നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളായിരിക്കില്ല. നിവർത്തിയില്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യുമേ? ആ പെണ്ണിന് സ്വന്തം കുഞ്ഞിനെ വെച്ചുകൊണ്ട് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ കല്യാണം കഴിച്ചു, എന്താ അതിൻ്റെ അർത്ഥം? കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന് തന്നെയല്ലേ? ഒരുപക്ഷെ ആ കുഞ്ഞ് മരിച്ചുപോയി കാണും. പ്രസവത്തിൽ കുട്ടികൾ മരിക്കാറുണ്ടല്ലോ, വൈജയന്തി പറയുകയാണ്. രോഹിയേട്ടൻ്റെ അഭിപ്രായം ആ പെണ്ണിൻ്റെ വീട്ടുകാർ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിരിക്കുമെന്ന. അല്ലെങ്കിൽ പിന്നെ അത് വലിയ ഭീഷണിയായിട്ട് വരില്ലേ? വൈജയന്തി പെട്ടെന്നൊരു വേവലാതിയോടെ പറയുകയാണ്, ഏയ്, അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. പക്ഷേ ആർക്കറിയാം, അന്നത്തെ കാലത്ത് തറവാടിൻ്റെ അന്തസ്സല്ലേ എല്ലാവർക്കും വലുത്. ആ പെണ്ണിനെ സ്റ്റാൻലി പപ്പായിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവരുടെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ലാതെ വേറെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു ചോരക്കുഞ്ഞിനെ ഇല്ലാതെയാക്കാനാണോ അമ്മേ പ്രയാസം? വൈജയന്തിയുടെ നെഞ്ചിൽ ഇടിമുഴങ്ങിക്കൊണ്ടിരുന്നു. മനുവേട്ടൻ പറയണത് സ്റ്റാൻലി പപ്പ അതേപ്പറ്റി അന്വേഷിക്കണമായിരുന്നെന്നാ. ഒരുപക്ഷെ ആ പെണ്ണിൻ്റെ വീട്ടുകാർ കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിൽ കൊടുത്തതാണെങ്കിലോ? ബബിത തൻ്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും പ്രയോഗിച്ചു. വൈജയന്തി പാരവശ്യത്തോടെ പെട്ടെന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അമ്മ എങ്ങോട്ടാ എഴുന്നേറ്റ് പോണേ? മറുപടിയില്ല. എന്തിനാ എഴുന്നേറ്റത്? വൈജയന്തിക്കും അറിയില്ല. അവർ മേശപ്പുറത്തു നിന്ന് വാട്ടർ ബോട്ടിലെടുത്തു. അതിൻ്റെ അടിയിൽ കുറച്ചേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. നീ വെള്ളം എടുത്തു വെച്ചില്ലായിരുന്നുടി? അത് നിറച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മേ. അമ്മ കുടിച്ചു തീർത്തതാ. വൈജയന്തി ഒഴിഞ്ഞ ബോട്ടിലുമായി കിച്ചണിലേക്ക് നീങ്ങി. ഉടനെ ബബിത, അമ്മേ, ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം. വേണ്ട വേണ്ട, നീ അവിടെ കിടന്നാൽ മതി. വൈജയന്തി വാതിൽ തുറന്ന് ഊണുമുറിയിലേക്ക് ഇറങ്ങി. അവിടെ ഊണുമേശയിൽ ജഗ്ഗിനുള്ളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ജഗ്ഗിൽ നിന്നും പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് വെള്ളം പകർന്നു.
പക്ഷേ വൈജയന്തി വീണ്ടും ഊണുമേശക്കരികിൽ തന്നെ നിൽക്കുകയാണ്. നെഞ്ചിൽ ഒരു കൊടുങ്കാറ്റടിക്കുന്നുണ്ടെന്ന് തോന്നി. ബബിത അത് വെറുതെ പറഞ്ഞതാണോ? അതോ അവൾ അറിയാതെയാണെങ്കിലും ഒരു സത്യത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടുകയായിരുന്നോ? തന്നെയും സ്റ്റാൻലിയെയും തമ്മിൽ വേർപെടുത്തുവാൻ വേണ്ടി അച്ഛനും ഏട്ടന്മാരും ഒരു വ്യാജ വെഡ്ഡിംഗ് കാർഡ് അടിച്ചിരിക്കാമെങ്കിൽ അതിനപ്പുറവും ചിലതൊക്കെ ചെയ്യാൻ സാധ്യതയില്ലേ? വൈജയന്തി വീണ്ടും ചിന്തകളിൽ ഉഴലുകയാണ്. തിരുവനന്തപുരത്ത് നല്ല ഹോസ്പിറ്റലുകൾ ഇല്ലാഞ്ഞിട്ടാണോ തന്നെ നെയ്യാറ്റിൻകരയ്ക്ക് കൊണ്ടുപോയത്? സിസേറിയൻ നടത്തുവാൻ തക്കവണ്ണം അത്രമേൽ സങ്കീർണമായ പ്രശ്നം ഉണ്ടായിരുന്നോ തനിക്കന്ന്? സംശയത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ അന്നത്തെ ഓരോരുത്തരുടെയും പ്രവർത്തികൾക്ക് പിന്നിൽ ഒരു നിഗൂഢതയുടെ നിഴലുണ്ടായിരുന്നു എന്ന് തോന്നുകയാണ്. അമ്മേ, ബബിതയുടെ വിളിയോച്ച കേട്ട് വൈജയന്തി ഞെട്ടി. അമ്മ എന്താ ഇവിടെ നിൽക്കുന്നേ? ജഗ്ഗിൽ വെള്ളമില്ലേ? ആ, വെള്ളം എടുത്തു. വൈജയന്തി ധൃതിയിൽ ബോട്ടിലും എടുത്ത് തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. ബബിതയാണ് ഊണുമുറിയിലെ ലൈറ്റ് അണച്ചതും വാതിലടച്ചതും. അവൾ ചെല്ലുമ്പോഴേക്കും വൈജയന്തി കിടന്നു കഴിഞ്ഞു. ബബിത കട്ടിലിൽ ചെന്നിരുന്നു വൈജയന്തിയെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താണ് ഈയിടെയായിട്ട് വല്ലാത്തൊരു ടെൻഷൻ? ഞാൻ അലീന ചേച്ചിയുടെ കാര്യം കൂടെ കൂടെ പറയുന്നതുകൊണ്ടാണോ? അവളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കെന്തിനാ ടെൻഷൻ? അവൾ എൻ്റെ ആരാ? പിന്നെന്താ അമ്മയ്ക്കൊരു മനസ്സമാധാനം ഇല്ലാത്തതുപോലെ? നിനക്കതൊക്കെ തോന്നുമായിരിക്കും. അമ്മേ, നമുക്കൊരു ദിവസം കുളത്തുപുഴയ്ക്കൊന്ന് പോയാലോ? അലീന ചേച്ചിയുടെ അടുത്ത്. അതെന്തിനാ? വെറുതെ. കാണാനൊക്കെ നല്ല സ്ഥലം അമ്മേ. അവിടെ ഒരു ഡാമുണ്ട്, കാടുണ്ട്. വൈജയന്തി ശിരസ് തെല്ലുയർത്തി. നിനക്ക് ഉറക്കം വരുന്നില്ലേ ബബിതേ? അറിയാമോ എന്നിട്ട് ചോദിക്കുക. എന്തിനാ നീ ഇങ്ങനെ കിടന്നുകൊണ്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത്? ഞങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. എവിടെ പോകാൻ? അലീന ചേച്ചിയുടെ അടുത്ത്. ഞങ്ങളെന്ന് വെച്ചാ ഞാനും മനുവേട്ടനും രോഹിയേട്ടനും കൃഷ്ണമോളും. നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അതിനാരുടെ അനുവാദമൊന്നും വേണ്ടേ? അമ്മ സമ്മതിക്കണം. എൻ്റെ തലയ്ക്ക് നേരെ ഒരു തോക്ക് ചൂണ്ടിയിട്ട് നീ പറ അമ്മ സമ്മതിക്കണമെന്ന്. ബബിത അത് കേട്ട് കുലുങ്ങി ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ അമ്മയ്ക്ക് ചില സമയത്ത് നല്ല ഹ്യൂമർ സെൻസാണ്. വൈജയന്തി മിണ്ടിയില്ല. അപ്പോൾ വീണ്ടും ബബിത. കൃഷ്ണമോൾക്ക് വലിയൊരാഗ്രഹം അലീന ചേച്ചിയെ കാണാനും സ്റ്റാൻലി പപ്പായെ കാണാനും. ഞാൻ ഓരോരോ കഥ പറഞ്ഞ് അവളുടെ മനസ്സിൽ ഈ സ്റ്റാൻലി പപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കല്പമാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം അമ്മേ. സ്റ്റാൻലി പപ്പ അവളെയും കണ്ടിട്ടില്ലല്ലോ. പോയതും വന്നതുമൊക്കെ ധാരാളം മതി. ഇനി എങ്ങും പോണ്ട. അമ്മ, കൃഷ്ണമോള് പറഞ്ഞൊരു തമാശ അമ്മയ്ക്ക് കേൾക്കണോ? എന്താ? അമ്മയ്ക്ക് ഫീൽ ചെയ്യരുത്. അവൾ ചുമ്മാ നാക്കിന് എല്ലില്ലാതെ തട്ടിവിട്ടതാ. പറഞ്ഞു. സ്റ്റാൻലി പപ്പയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ ചോദിക്കുക, ആഗ്രയിൽ വെച്ച് സ്റ്റാൻലി പപ്പ സ്നേഹിച്ച മലയാളി പെണ്ണ് അമ്മയോ മറ്റോ ആണോന്ന്. നെഞ്ചിലേക്ക് ഒരു ഇടിവാൾ തറഞ്ഞിറങ്ങിയതുപോലെ തോന്നി വൈജയന്തിക്ക്. കന്നത്തരം പറയുന്നു എന്ന് ചോദിച്ച് രോഹിയേട്ടനൊരൊറ്റ അടി വെച്ചു കൊടുത്ത് അവൾക്കിട്ട്. അപ്പോൾ അവൾ പറയുക, അമ്മയും കുറേ കാലം ആഗ്രയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന്. കൊച്ചു പെണ്ണാണെങ്കിലും വളഞ്ഞ ബുദ്ധിയാ. വായിന്നു വരുന്ന വർത്തമാനമോ? വൈജയന്തിക്ക് മിണ്ടാട്ടമില്ല. ബബിത അവളോട് ചേർന്ന് കിടന്നു. അമ്മ ശ്വാസം എടുക്കുന്നില്ലെന്ന് പോലും അവൾക്ക് തോന്നി. ആരും കാണാത്ത ഇരുട്ടിൽ ഒളിച്ചതുപോലെ അനങ്ങാതെ കിടക്കുകയാണ്. ബബിത അപ്പോൾ പറയുകയാണ്, അതൊക്കെ പോട്ടെ, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു അമ്മേ. വൈജയന്തിക്ക് പേടിയായി. ബബിതയുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനെയും അവൾ ഭയപ്പെടുകയാണ്. ബബിത അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ അനുകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ സ്റ്റാൻലി പപ്പയ്ക്കൊരു നിവേദനം സമർപ്പിക്കാൻ പോവുക. അതായത് കഴിഞ്ഞ 25 വർഷമായി സ്റ്റാൻലി പപ്പ തുടർന്നു വരുന്ന നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് ഉടൻ തന്നെ ഒരു അന്വേഷണം നടത്തണമെന്ന്. ഒരു ഉൾക്കിടിലത്തോടെ വൈജയന്തി ചോദിക്കുകയാണ്, അന്വേഷണമോ? എന്തന്വേഷണം? അത് ചോദിച്ചപ്പോൾ വൈജയന്തിയുടെ ഒച്ച അടഞ്ഞിരുന്നു. 25 വർഷം മുമ്പ് ആഗ്രയിലെ വാടക വീട്ടിൽ നിന്ന് സഹോദരന്മാർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയ ആ മലയാളി പെണ്ണിന് എന്താണ് സംഭവിച്ചത് എന്ന്. പൂർണ്ണഗർഭിണിയായിരുന്ന അവരൊരു കുഞ്ഞിനെ പ്രസവിച്ചു കാണുമല്ലോ. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? ഇതറിയേണ്ട കാര്യമല്ലേ? അപ്പോൾ വൈജയന്തി, അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്നാ ചെയ്യാനാ? സത്യം അറിയണ്ടേ അമ്മേ. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ പിള്ളേരെ? വെറുതെ എന്തിനാ സ്റ്റാൻലിയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നേ? സ്റ്റാൻലിക്ക് അതിൽ യാതൊരു താല്പര്യവും കാണില്ല. ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ അന്വേഷിക്കുമായിരുന്നല്ലോ. പണ്ട് അന്വേഷിച്ചിട്ടൊരു തുമ്പും കിട്ടിയില്ലല്ലോ എന്ന് വെച്ച് ഇപ്പോഴന്വേഷിച്ചാൽ കിട്ടാതിരിക്കണമെന്നില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഈ വേണ്ടാത്ത കാര്യത്തിലൊക്കെ പോയി തലയിടുന്നത്? വേണ്ടാത്ത കാര്യമോ? ഞങ്ങൾക്കിതൊരു ത്രില്ല അമ്മേ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം സംഭവിച്ചു കാണും. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ, അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലോ? അതൊക്കെ ഒരു വലിയ അത്ഭുതമല്ലേ? അതൊക്കെ വലിയ പ്രശ്നമാവും ബബിതേ. നിങ്ങളാരും വിചാരിക്കുന്നത് പോലെയല്ല. സ്റ്റാൻലിക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും അറിയില്ലേ? അവർക്കത് വലിയ കുറച്ചിലായിരിക്കും. മക്കൾക്ക് സ്റ്റാൻലിയോടുള്ള റെസ്പെക്റ്റ് പോകും. സ്റ്റാൻലിയും ഭാര്യയും തമ്മിൽ ഒരു പുതിയ കലഹം ഉണ്ടാകാനും ഇത് മതി. വൈജയന്തി ബബിതയെ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്നാലേ ഞാൻ അമ്മയോടൊരു സത്യം പറയട്ടെ. എൽസമ്മ ആൻറ്റിക്കും മക്കൾക്കും അറിയാം സ്റ്റാൻലി പപ്പായ്ക്ക് ആഗ്രയിൽ വെച്ച് അങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന്. വൈജയന്തി വീണ്ടും ഒന്ന് ഞെട്ടി. അവരെങ്ങനെ അറിഞ്ഞു അതൊക്കെ? അത് ചിലപ്പോൾ സ്റ്റാൻലി പപ്പയോ പപ്പയുടെ വീട്ടുകാരോ ഒക്കെ പറഞ്ഞറിഞ്ഞതായിരിക്കും. ഏത് സ്ത്രീയായിരുന്നു എന്നവർക്കറിയുമോ?
അതറിയില്ല. സ്റ്റാൻലി പപ്പ അത് ആരോടും പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങൾ വേറൊരു ബുദ്ധി ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റാൻലി പപ്പയുടെ വീട്ടുകാരുടെ അടുത്തുനിന്ന് സൂത്രത്തിൽ രഹസ്യം ചോർത്തുക. സ്റ്റാൻലി പപ്പയുടെ അപ്പച്ചനൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. പണ്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് ഒരുപക്ഷെ അവർക്കറിയാമായിരിക്കും. അപ്പോൾ വൈജയന്തി കർശനമായി പറയുകയാണ്, ബബിതേ, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊന്നും തലയിടാൻ പോണ്ട. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ഇടപെടുന്നില്ലമ്മേ. ഒക്കെ അലീന ചേച്ചി ചെയ്തോളും. ഞാനും മനുവേട്ടനും രോഹിയേട്ടനും കൂടി ബുദ്ധി പറഞ്ഞു കൊടുക്കും. ഒരു കാര്യം ഞങ്ങൾക്കുറപ്പാ, അന്ന് എന്തോ വലിയ നാടകം നടന്നിട്ടുണ്ട്. ഒന്നുകിൽ ആ പെണ്ണിനെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിൻ്റെ മനസ്സ് മാറ്റിയിരിക്കും അതിൻ്റെ റിലേറ്റീവ്സ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ചതിയോ വഞ്ചനയോ പ്രയോഗിച്ച് അവളെ സ്റ്റാൻലി പപ്പായിൽ നിന്ന് അകറ്റിയിരിക്കും. എന്തൊക്കെ സംഭവിച്ചിരുന്നാലും ശരി, ഒരു കുഞ്ഞു ബാക്കി വരുമല്ലോ. അതിനെ എന്തു ചെയ്തു? ഉപേക്ഷിച്ചോ, കൊന്നോ, വിറ്റോ? ഇതാണ് ഞങ്ങളുടെ സബ്ജക്റ്റ്. കൂടുതൽ തർക്കിക്കാൻ നിന്നാൽ ബബിതയ്ക്ക് സംശയമായെങ്കിലോ എന്ന് കരുതി വൈജയന്തി മൗനം അവലംബിച്ചു. ബബിത അപ്പോൾ പറയുകയാണ്, അങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും സ്വന്തം മകളായി അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും സ്റ്റാൻലി പപ്പായ്ക്ക് ഒരു മടിയുമില്ല. വീണ്ടും വൈജയന്തി കിടിലം കൊണ്ടു. അവർ ചോദിക്കുകയാണ്, മകളോ? മകളാണെന്ന് എങ്ങനെ അറിയാം? അതോ സ്റ്റാൻലി പപ്പായ്ക്ക് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു അതൊരു പെൺകുഞ്ഞായിരിക്കുമെന്ന്. വൈജയന്തി വീർപ്പടക്കി. സത്യത്തിന്റെ വെള്ളി വെളിച്ചമേറ്റ് കണ്ണു മഞ്ചുന്നു. ബബിത വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു വലിയ മനസ്സ് വേണ്ടേ അമ്മേ? ആർക്ക് കഴിയും അതൊക്കെ? അല്ലെങ്കിൽ തന്നെ പപ്പയുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിലോ? ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അമ്മയുടെ ബന്ധുക്കളെല്ലാം കൂടി ആ കുട്ടി മരിച്ചുപോയെന്ന് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചു. ആ കുട്ടി ഇപ്പോൾ ജീവനോടെ തിരിച്ചു വരികയാണ്. അമ്മ എന്തു ചെയ്യും? അവൾ അമ്മയുടെ മകളല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുവോ അതോ രണ്ടും കൈ നീട്ടി സ്വീകരിക്കുവോ? വൈജയന്തിക്ക് ശ്വാസമില്ല, ശബ്ദമില്ല, ഹൃദയമിടിപ്പില്ല, ഞരമ്പുകളിലൂടെ രക്തമൊഴുകുന്നില്ല. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഉറഞ്ഞു കട്ടിയായിരിക്കുന്നു. താൻ സഞ്ചരിച്ച ഭൂതകാലത്തിൻ്റെ വഴിത്താരകളിലൂടെ നടന്ന് അവിടെ വീണ് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ പൊട്ടും പൊടിയും പെറുക്കിയെടുത്ത് തൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് ചോദിക്കുകയാണവൾ, അമ്മയുടേതാണോ ഈ കാൽപ്പാടുകളെന്ന്? അമ്മ ഉപേക്ഷിച്ചതാണോ ഈ പുറംതോടുകളെന്ന്? ഈ മുഖംമൂടികൾ? ബബിത പാതി ആത്മഗതമെന്ന പോലെ വീണ്ടും പറയുകയാണ്, അമ്മയ്ക്ക് സ്വീകരിക്കാൻ പറ്റില്ല അല്ലേ? ശരിയാണ്, സ്ത്രീകൾക്ക് പറ്റില്ല. അവരുടെ കയ്യിലും കാലിലും കഴുത്തിലും ഒരുപാട് ചങ്ങലകളുണ്ട്. വൈജയന്തിയിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ബബിത അമ്മയുടെ മേൽ കൈ ചുറ്റി ചേർന്ന് കിടന്നു. ബബിത ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നെഞ്ചിനുള്ളിൽ ചീറുന്ന കൊടുങ്കാറ്റിനെ അടക്കുവാൻ കഴിയാതെ വൈജയന്തി വീണ്ടും എഴുന്നേറ്റു. പാരവശ്യം അടങ്ങുന്നില്ല. കുപ്പിയുടെ അടപ്പ് തുറന്ന് കുറേ വെള്ളം കുടിച്ചു. ബബിത സൂചിപ്പിച്ചതുപോലെ 24 വർഷം മുൻപ് വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുമോ? സ്റ്റാൻലിയുടെ വെഡ്ഡിംഗ് കാർഡ് വ്യാജമായിരുന്നുവെങ്കിൽ അതിനോടനുബന്ധിച്ച് വളരെയധികം കപട നാടകങ്ങൾ അരങ്ങേറിയിരിക്കുവാൻ സാധ്യതയുണ്ട്. വൈജയന്തി കുപ്പി മേശപ്പുറത്ത് വെച്ച് ചിന്താധീനയായി കട്ടിലിന് ചുറ്റും പതിയെ നടന്നു. അവൾ ഓർക്കുകയാണ്, സ്റ്റാൻലിയെ കാണാനും സംസാരിക്കുവാനും വേണ്ടി പുനലൂർക്ക് പോയത് അച്ഛനും രാവുണ്ണിയമ്മാവനും ഗംഗേട്ടനും ശിവേട്ടനും കൂടിയാണ്. സ്റ്റാൻലി അല്ലാതെ തൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഭർത്താവ് ഉണ്ടാവില്ലെന്ന് താൻ അവരോട് ആണയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കതാണ് ഇഷ്ടമെങ്കിൽ സ്റ്റാൻലിയുടെ വീട്ടുകാരുമായി ആലോചിച്ച് നമുക്ക് കല്യാണം നടത്താമെന്ന് അച്ഛൻ സമ്മതിച്ചപ്പോൾ പോലും ഒരു സംശയവും തോന്നിയില്ല. അതിശക്തമായ എതിർപ്പിന് ശേഷം തൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ മുമ്പിൽ അച്ഛൻ കീഴടങ്ങിയപ്പോൾ താൻ അതിനെ സംശയത്തോടെ കാണേണ്ടതല്ലായിരുന്നു. സ്റ്റാൻലിയെ കാണാൻ താനും കൂടി പുനലൂർക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും രാവുണ്ണിയമ്മാവനും ഒട്ടും സമ്മതിച്ചില്ല. നിനക്കിപ്പോൾ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് രാവുണ്ണിയമ്മാവൻ പറഞ്ഞത്. അത് ശരിയുമായിരുന്നു. വിവാഹം നടത്തിത്തരാമെന്ന് അച്ഛൻ സമ്മതിച്ചതോടെ താൻ എല്ലാവരെയും അങ്ങ് വിശ്വസിച്ചു. സ്റ്റാൻലി ആ സമയത്ത് ആക്സിഡന്റിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലായിരുന്നുവെന്ന് ബബിത പറഞ്ഞത് സത്യമാണെങ്കിൽ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. സ്റ്റാൻലി മരണത്തോട് മല്ലിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നുള്ളത് അറിഞ്ഞാൽ തനിക്കതൊരു ഷോക്കാകുമെന്ന് കരുതി കള്ളം പറഞ്ഞതാകാൻ സാധ്യതയില്ലേ എന്ന് വൈജയന്തി ചിന്തിച്ചു നോക്കി. പക്ഷെ അതിനേക്കാൾ കടുത്ത ആഘാതമായിരുന്നു സ്റ്റാൻലിയുടെ വിവാഹം തീരുമാനിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ താൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ കാര്യത്തിലും ഒരു ഗൂഢാലോചന നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിവാഹിതയായ മകൾ പ്രസവിച്ച കുഞ്ഞ് അവളുടെ ജീവിതത്തിൽ വലിയൊരു ഭവിഷ്യത്തായിരിക്കുമെന്ന് അച്ഛൻ തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കാം. രാവുണ്ണിയമ്മാവനും ഗംഗേട്ടനും ശിവേട്ടനും അച്ഛന് വേണ്ട പിന്തുണയും നൽകിയിരിക്കാം. മകളുടെ ഭാവി ജീവിതത്തിന് തടസ്സമായി വന്നേക്കാവുന്ന, കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും തകർത്തേക്കാവുന്ന, ലോകത്തിന്റെ മുൻപിൽ ചോദ്യചിഹ്നമായി വളർന്നേക്കാവുന്ന ആ ഒരു കുഞ്ഞിനെ എന്തു ചെയ്യാനായിരിക്കും തന്റെ അച്ഛനും ആങ്ങളമാരും തീരുമാനിച്ചിരിക്കുക? ബബിത സൂചിപ്പിച്ച സാധ്യതകൾ വൈജയന്തിയെ കിടിലം കൊള്ളിച്ചു. അതിന്റെ ഉത്തരം വൈജയന്തി തന്നെ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. കൊല്ലുക, ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വിൽക്കുക. ഒരു ചോരക്കുഞ്ഞിനെ കൊന്നുകളയുവാനും മാത്രം പൈശാചികത്വം ഹൃദയത്തിലുള്ളവരായിരുന്നോ അച്ഛനും രാവുണ്ണിയമ്മാവനും തൻ്റെ കൂടപ്പിറപ്പുകളും? ഉപേക്ഷിക്കുകയാണ് ചെയ്തതെങ്കിൽ എവിടെ? നദിക്കരയിലോ തെരുവോരത്തോ കടത്തിണ്ണയിലോ? വിൽക്കുകയാണ് ചെയ്തതെങ്കിൽ ആരാണ് അവളെ വാങ്ങിയത്?
ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ? അവൾ തിരിച്ചു വന്നാൽ തനിക്ക് 2 കൈയും നീട്ടി അവളെ സ്വീകരിക്കാനാവുമോ? ഈശ്വര! വൈജയന്തി പകച്ചുപോയി. അവൾ കിതപ്പോടെ ഭിത്തിയിലേക്ക് ചാരി. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കുട്ടികൾ അവരുടെ ഭാവനയ്ക്കൊത്ത് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. താനത് കേട്ട് വിളറി പിടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. താൻ പ്രസവിച്ച ആ കുഞ്ഞ് പ്രസവത്തോടെ തന്നെ മരിച്ചുപോയി. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. വൈജയന്തി വീണ്ടും കുപ്പിയുടെ അടപ്പ് തുറന്ന് വെള്ളം കുടിച്ചു. തിരികെ കിടക്കയിൽ വന്ന് കിടന്നു. ഉറക്കം വരാനായി കണ്ണടച്ചപ്പോൾ അകക്കണ്ണിൽ ഒരു കാഴ്ച തെളിഞ്ഞു വന്നു. പിഞ്ഞിക്കീറിയ പാവാടയും ബ്ലൗസും ഇട്ട് എണ്ണ പുരളാത്ത തലമുടി മാന്തി ചികഞ്ഞ് കയ്യിലെ പിച്ചപാത്രം വഴിപോക്കരുടെ നേരെ നീട്ടി യാചിച്ചുകൊണ്ട് തെരുവോരത്തുകൂടി നടന്നു പോകുന്ന ഒരു ഇരുണ്ട പെൺകുട്ടി. വൈജയന്തിക്ക് അത് ഉറക്കം വരാത്ത രാത്രിയായിരുന്നു. അടുത്തതായി കാണുന്നത് സ്റ്റാൻലിയെയാണ്. സ്റ്റാൻലി തോട്ടത്തിൽ നിന്നും തിരിച്ചു വന്നതേയുള്ളൂ. അലീന 2 കപ്പ് ചായയുമായി പപ്പയുടെ മുറിയിലേക്ക് ചെന്നു. അത് കണ്ടുകൊണ്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ കോട്ട എടുക്കാൻ തുടങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് എന്തിനാ ഈ ചായ? വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ചായയല്ലേ പപ്പ നല്ലത്? അലീന അത് പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് നീട്ടി. സ്റ്റാൻലി മനസ്സില്ലാ മനസ്സോടെ കപ്പെടുത്തു. എനിക്കിപ്പം ചായ കുടിക്കാനുള്ള മൂടല്ല, 2 പെഗ്ഗാ വേണ്ടത്. പപ്പ, കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോട്ട് ഡ്രിങ്ക്സ് നിർബന്ധമാണ്. തമാശയല്ല പപ്പ. സ്റ്റാൻലി ചായ ഒന്ന് രുചിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, ആ കൊള്ളാം, ശരി തുടങ്ങിക്കൂ. അലീന മറ്റേ കപ്പെടുത്ത് ഒരൽപ്പം ചായ നുണഞ്ഞു. മധുരം അല്പം കുറവാണോ? അലീന, മുഖത്തേക്ക് നോക്കി കാര്യം പറയണം, മുഖവരെയൊന്നും വേണ്ട. ശരി പറയാം. നമുക്ക് പാലായ്ക്കൊന്ന് പോയാലോ പപ്പ? പെട്ടെന്ന് സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. പാലായ്ക്കോ? അവിടെ എന്ത് വിശേഷം? അച്ഛനെ കണ്ടിട്ട് കുറേ നാളായി. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അത്രയേ ഉള്ളോ? നീ പോയി കണ്ടിട്ട് പോരെ. കാർ ഓടിക്കാൻ ബൈജുവുമുണ്ട്. കൂട്ടിന് ടോജോയോ ടെൽസയോ കൂട്ടിക്കൊണ്ടു പോക്കോ. എനിക്ക് പപ്പ വന്നാൽ മതി കൂട്ടിന്. ഞാൻ വരില്ല. അതെന്താ പപ്പ? ഞാനും ബാലചന്ദ്രമേനോനും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്ര രസമുള്ള ഒന്നല്ല. 2 പേർക്കും അസ്വസ്ഥതയുണ്ടാവും. അലീന വിസ്മയത്തോടെ ചോദിക്കുകയാണ്, അങ്ങനെയുണ്ടോ പപ്പ? ആ, അങ്ങനെയുണ്ട്. അതൊരു തരം ജലസിയാണ്. അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അതെന്തൊരു ജലസിയാ? ഒരു രാജകുമാരിക്ക് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്യുന്ന 2 രാജാക്കന്മാരല്ലല്ലോ നിങ്ങൾ 2 പേരും ഇപ്പോൾ? അതിന് സ്റ്റാൻലി, ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചയാളാണ് അയാൾ. അയാൾ കല്യാണം കഴിച്ച പെണ്ണിൻ്റെ കൂടെ അതിനു മുൻപ് കുറേ നാൾ ജീവിച്ചവനാണ് ഞാൻ. ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. പൊരുത്തപ്പെടണ്ട. എന്നാലും പപ്പയുടെ ഒരു ഇടപെടൽ ഇപ്പം എനിക്ക് അത്യാവശ്യമാണ്. എന്തിന്? പപ്പ, അവിടെ കൊല്ലപ്പള്ളിയിലും പാലായിലുമൊക്കെ എന്തൊക്കെയോ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുക. 24 വർഷം മുമ്പ് വൈജയന്തി പ്രസവിച്ച മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം 2ഇടത്തും ചിലരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതിനെന്താ, അറിയട്ടെ. പപ്പ, അവിടെ അതൊരു വലിയ അഗ്നിപർവ്വതം പോലെ ആയിരിക്കുകയാണ്. എപ്പോൾ പൊട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ആഹാ, പൊട്ടിത്തെറിക്കട്ടെ. പക്ഷേ അതുകൊണ്ട് തകർന്നു പോകുന്നത് ഒരേ ഒരാൾ മാത്രമായിരിക്കും, എൻ്റെ അമ്മ. സ്റ്റാൻലി പെട്ടെന്ന് നിശബ്ദനായി. അലീന വീണ്ടും ചോദിക്കുകയാണ്, അമ്മ ചെയ്ത ഒരേ ഒരു തെറ്റ് പപ്പയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഈ ഇരിക്കുന്ന എനിക്ക് ജന്മം തരികയും ചെയ്തു എന്നത് മാത്രമാണ്. വാസ്തവത്തിൽ അതൊരു വലിയ തെറ്റാണോ പപ്പ? അല്ലെന്ന് സ്റ്റാൻലി ശിരസനക്കി. അങ്ങനെയാണെങ്കിൽ പപ്പ, അമ്മ ശിക്ഷിക്കപ്പെടരുത്. പപ്പയ്ക്കും വേണം അതിലൊരു ഉത്തരവാദിത്തം. അതിനിപ്പോൾ എനിക്കതിലെന്താണ് ചെയ്യാനുള്ളത്? പപ്പയും ഞാനും കൂടി പോയി അച്ഛനെ കാണണം. ആ ഡിവോഴ്സ് കേസിൻ്റെ വാദം തുടങ്ങി. അച്ഛന് അമ്മയോട് തീർത്താൽ തീരാത്തൊരു വൈരാഗ്യം മനസ്സിൽ കിടപ്പുണ്ട്. ഒരിക്കൽ അച്ഛൻ എൻ്റെ അടുത്ത് അച്ഛൻ്റെ സങ്കല്പത്തിലുള്ള കോടതി രംഗം വിവരിച്ചു കേൾപ്പിച്ചു. ആഹാ, എന്തായിരുന്നു അത്? അമ്മയെ കോടതി ഹാളിൽ വക്കീലന്മാരുടെയും ജഡ്ജിയുടെയും മുൻപിൽ വെച്ച് നാണം കെടുത്തുന്നൊരു രംഗം. തേജോവധം ചെയ്തു എന്നൊക്കെ പറയാറില്ലേ? അത് കഴിയുമ്പോൾ അമ്മയുടെ ചിത്രം എല്ലാവരുടെയും മുൻപിൽ ഒരു വേശ്യാ സ്ത്രീയുടേതിന് സമമായിരിക്കും. അച്ഛൻ അങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് പരപുരുഷനുമായി ബന്ധമുണ്ടായിരുന്ന സ്ത്രീ, അതിലാരുടെയോ കുഞ്ഞിനെ രഹസ്യമായി പ്രസവിച്ച് ഉപേക്ഷിച്ച സ്ത്രീ. സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് തന്നെ അല്പനേരം മൗനമായി നോക്കിയിരുന്നു. തുടർന്ന് അയാൾ ചോദിക്കുകയാണ്, ഞാൻ വിചാരിച്ചാൽ അയാളെ തടയാൻ പറ്റുമോ? പപ്പ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രയോ വലിയൊരു ദുരന്തമായിരിക്കും അത്. ആ കുടുംബം എന്നെങ്കിലും ഒന്നാകാനുള്ള സാധ്യതയും അതോടുകൂടി അടഞ്ഞുപോകും. അച്ഛന് അമ്മയോടുള്ള പ്രതികാരം ചെയ്തതുപോലെ ഒരാത്മസംതൃപ്തി കിട്ടുമെങ്കിലും കോടതിയുടെ മുൻപാകെ അപമാനിക്കപ്പെട്ടത് അമ്മയ്ക്ക് ജീവിതത്തിൽ എന്നെങ്കിലും മറക്കാനും ക്ഷമിക്കാനും പറ്റുമോ? ഒരിക്കലുമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പോട്ടെ, 3 കുട്ടികളില്ലേ? അവരും ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെടുകയല്ലേ? അവർക്കതിൽ നിന്നും എന്നെങ്കിലും പിന്നെ കരകയറാൻ പറ്റുമോ? തുടർന്ന് ജീവിതകാലത്തെല്ലാം ആൾക്കാർ അവരെ കാണുന്നത് പിഴച്ചു ജീവിച്ച ഒരു സ്ത്രീയുടെ മക്കളായിട്ടായിരിക്കില്ലേ? തകർന്നു പോയൊരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിലായിരിക്കില്ലേ? അത് അവരുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കും. പപ്പയുടെ മക്കളെപ്പോലെ തന്നെയല്ലേ പപ്പ അവരും? സ്റ്റാൻലി തലയാട്ടിക്കൊണ്ട് അല്പനേരം ഇരുന്നു.
ഒരു ദീർഘനിശ്വാസമെടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എനിക്ക് ശരിയായ രൂപമില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി അച്ഛനെ ചെന്നൊന്ന് കാണാം. പിന്നെ എല്ലാം വരുന്നത് പോലെ വരട്ടെ. സ്റ്റാൻലി അർദ്ധസമ്മതം ധ്വനിപ്പിക്കും വിധം ചെറുതായൊന്ന് മൂളി.